കോവിഡ് കാലത്തെ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ ഡയറക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശയും നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മറുപടിയുണ്ട് എന്നും അഷീൽ സർക്കാരിന്റെ തീരുമാനങ്ങളാണ് നടപ്പാക്കിയതെന്നും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ട്. 4.89 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവായത്. വീഡിയോ കോൺഫറൻസ് മുറിയുടെ നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ട് എന്നും അഷീൽ നടത്തിയ പർച്ചേസുകൾ ടെൻഡർ നടപടികൾ പാലിക്കാതെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 19.64 ലക്ഷം രൂപ ചിലവിട്ടാണ് KSSM കോൺഫറൻസ് ഹാൾ നവീകരിച്ചത്. ജില്ലാ കോർഡിനേറ്റർമാർക്ക് 44.63 ലക്ഷം അഡ്വാൻസ് നൽകിയതിലും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. സാമൂഹ്യ സുരക്ഷാ മിഷന് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് ലഭിച്ചോ എന്നതും പരിശോധിക്കും. സാനിറ്റൈസർ ഉൽപ്പാദനത്തിന് സർക്കാർ അനുമതിയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ ജയിൽ വകുപ്പിന് ഉൽപ്പാദന അനുമതി നൽകിയിട്ടുണ്ട്. GST രേഖപ്പെടുത്താതെ കൈകൊണ്ടെഴുതിയ രേഖകളാണ് ഭൂരിഭാഗവും. ഓഡിറ്റിംഗ് നടത്തിയെന്നാണ് ഡോക്ടർ അഷീലിന്റെ മറുപടി. അഷീലിന്റെ മറുപടിയിൽ പലതിലും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അഷീൽ. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അഷീലിനെ പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് ഡൽഹിയിൽ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായും പ്രവർത്തിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവരുമ്പോഴും അഷീലിനെ പിന്തുണയ്ക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് കാലത്തെ ഓരോ കാര്യങ്ങളും എടുത്ത് വാർത്ത ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ശൈലജയുടെ പ്രതികരണം. ഇത് അഷീൽ എന്ന് പറയുന്ന വ്യക്തിയല്ല. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആകെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്തെ ആ ഡിസാസ്റ്ററിന്റെ സമയത്തുള്ളതാണ്. അതിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ട് എന്തെങ്കിലും ഉന്നയിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അതിലൊന്നും യാതൊരു തരക്കേടുമില്ല. അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അനുസരിച്ച് നടത്തിയിട്ടുള്ള, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് PPE കിറ്റ് വാങ്ങിയതടക്കമുള്ള വിഷയങ്ങളിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു. മന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശപ്രകാരം 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്ന പർച്ചേസുകൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് അഷീലിനെതിരായ കണ്ടെത്തലുകൾ. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.